ഈ നിമിഷത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാതെ ഒരു അനിശ്ചിതത്വം തുടർന്നു. സംസ്ഥാനം തന്നെ ഒരു അസാധാരണ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നയപ്രഖ്യാപനത്തിൽ ഒപ്പിടാൻ ഗവർണർ വിസമ്മതിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി രാജ്ഭവനിൽ നേരിട്ടെത്തി കണ്ടിട്ടും അദ്ദേഹം വഴങ്ങിയിട്ടില്ല എന്നറിയുന്നു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകുന്ന രീതിയിലാണ് ഗവർണറുടെ വിയോജിപ്പ് പ്രകടമാക്കിയിരിക്കുന്നത്. പേഴ്സണൽ സ്റ്റാഫിന് പ്രത്യേക പരിഗണന നൽകുന്നത് ശരിയല്ലെന്നും ആ രീതി മാറ്റണമെന്നുമാണ് ഗവർണറുടെ നിലപാട്. നയപ്രഖ്യാപനത്തിലെ മറ്റുള്ളടക്കത്തോട് വിയോജിപ്പ് ഇല്ല എന്നുള്ളൊരു സൂചനകൾ ഈ നിമിഷത്തിൽ വരുന്നു. നാളെയാണ് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടക്കേണ്ടത്. വി അരുൺ, ടി ജി സജി ഞങ്ങളുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. അരുൺ, സ്പീക്കർ നേരിട്ട് രാജ്ഭവനിലെത്തിയാണ് ഗവർണറെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി സഭയിലേക്ക് ക്ഷണിച്ചത്. അതുപോലും വലിയ വാർത്തയായിരുന്നു. കാരണം ഗവർണറുടെ നിലപാടുകൾ സർക്കാരിന്റെ മായിട്ടുള്ള ആ ഒരു പുതിയൊരു പോർമുഖം തുറക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ അപ്പോൾ വളരെ പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കടന്നതായിരുന്നോ? ഇങ്ങനൊരു സൂചനകൾ ഉണ്ടായിരുന്നോ? നയപ്രഖ്യാപന പ്രസംഗം അദ്ദേഹം ഒപ്പിടില്ല എന്നുള്ള വിഷയം, അതിന് കൃത്യമായ കാരണവും എന്താണ് ഇപ്പോൾ വരുന്ന സ്ഥിരീകരണം? അപർണ, രാജ്ഭവൻ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാത്തത് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തിലുള്ള എതിർപ്പ് കൊണ്ടല്ല. നയപ്രഖ്യാപന പ്രസംഗം ഇന്നലെ സ്പീക്കർ എം പി രാജേഷ് നേരിട്ടെത്തിയാണ് ഗവർണർ കൈമാറിയത്. അതിലുള്ള ഉള്ളടക്കത്തോട്, അതിലെ കേന്ദ്ര വിമർശനങ്ങളോട് ഉൾപ്പെടെ ഗവർണർക്ക് വിരുദ്ധാഭിപ്രായമില്ല. അദ്ദേഹം അത് വായിക്കാൻ തയ്യാറാണ്. പക്ഷേ മറ്റൊരു വിഷയമാണ് ഗവർണർ ഉയർത്തിക്കാട്ടുന്ന. മുഖ്യമന്ത്രി ഇന്ന് ഉച്ചയ്ക്കാണ് രാജ്ഭവനിലെത്തി ഗവർണറെ നേരിട്ട് കണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടണമെന്ന സർക്കാരിൻ്റെ ആവശ്യം, നിർദ്ദേശം മുന്നോട്ട് വച്ചത്. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയോടും പറഞ്ഞത് പേഴ്സണൽ സ്റ്റാഫുകൾക്ക്, അതായത് പാർട്ടി അനുകൂലികളായ പാർട്ടി പ്രവർത്തകരായ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ നൽകുന്നു, സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് വലിയ രീതിയിൽ അതിനുവേണ്ടി പണം ചിലവഴിക്കുന്നു, ഇതിനോട് തനിക്ക് യോജിപ്പില്ല. ശുഷ്കമായ, കേരളം പോലെ ശുഷ്കമായ ഖജനാവുള്ള ഒരു സംസ്ഥാനം ഈ രീതിയിൽ ദുർവ്യയം നടത്തുന്നത് ശരിയല്ല. ആ തീരുമാനങ്ങൾ സർക്കാർ പുനഃപരിശോധിക്കണം. അത് ചെയ്യാതെ ഓർഡിനൻസിൽ ഒപ്പിടില്ല, നയപ്രഖ്യാപനത്തിൽ ഒപ്പിടില്ല. ഇതായിരുന്നു ഗവർണറുടെ നിലപാട്. ഗവർണറുടെ കടുത്ത നിലപാട് അറിഞ്ഞുകൊണ്ടാണ്, അത് മയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഒരു സമവായ നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉച്ചയ്ക്ക് നടത്തിയത്. രാജ്ഭവനിൽ നേരിട്ട് ഗവർണറോട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പോഴും ഗവർണർ നിലപാടിൽ ഉറച്ചു നിന്നു. ഇതുവരെയും അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ തയ്യാറായിട്ടില്ല. ഒന്നുകൂടി പറയാം, അത് നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഉള്ളടക്കത്തോടുള്ള വിയോജിപ്പല്ല, മറിച്ച് പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷനുമായി ബന്ധപ്പെട്ട, അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട തൻ്റെ അതൃപ്തി അദ്ദേഹം നേരത്തെ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായ ഒരു കടുത്ത നിലപാടിലേക്ക് ഗവർണർ പോകുന്നത്. സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു അത്യപൂർവ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാനൊന്ന് ഇടപെടുന്നു അരുൺ, ദയവായി തുടരുക, നമുക്ക് അതിലേക്ക് തിരികെ വരാം. ഇപ്പോൾ നിയമ വിദഗ്ധൻ കൂടിയായ അഡ്വക്കേറ്റ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, വളരെ അസാധാരണമായ ഒരു സാഹചര്യം എന്നാണോ വിശേഷിപ്പിക്കേണ്ടത്? ഇങ്ങനൊരു സാഹചര്യം സാധാരണ സംഭവിച്ചാൽ ഏത് നിലപാടിലേക്കാണ് സംസ്ഥാന സർക്കാർ എടുക്കുക? ഗവർണറുടെ അധികാര പരിധി അനുസരിച്ച് ഇങ്ങനെ നയപ്രഖ്യാപനത്തിൽ ഒപ്പിടുകയില്ല എന്നൊരു തീരുമാനത്തിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാൻ കഴിയുമോ? അതെങ്ങനെയാണ് കാണുന്നത്? ഈ നയപ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ നയപ്രഖ്യാപനമാണ്. സർക്കാർ തയ്യാറാക്കുന്ന നയപ്രഖ്യാപനം നിയമസഭയിൽ വായിക്കുക എന്നത് ഗവർണറുടെ ഭരണഘടനാപരമായ ചുമതലയാണ്. പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ കാരണങ്ങളാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനു മുൻപ് ഗവർണർമാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലരൊക്കെ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട്, ചിലർ മേശപ്പുറത്ത് മാത്രം വെച്ചിട്ടുണ്ട് വായിക്കാതെ. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ കാണുന്നത് ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് അത് അങ്ങേയറ്റം വിചിത്രമായ ഒന്നാണ്. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്ന ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വിയോജിപ്പില്ല, എനിക്ക് ഇത് വായിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ഭാഗവും ആ പ്രസംഗത്തിലുള്ളതായി അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. പണ്ട് എടുത്ത ഒരു ഭരണപരമായ ഒരു കാര്യം അതിപ്പോൾ തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തലേ ദിവസം ഗവർണർ ഇങ്ങനെ പറഞ്ഞാൽ അത് അങ്ങേയറ്റം ബാലിശമായ ഒരു നിലപാട് നിരുത്തരവാദപരമായി ഗവർണർ സ്വീകരിച്ചിരിക്കുകയാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ ഗവർണർ തയ്യാറാകുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ആ പദവി ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അത് ഗുരുതരമായ ഭരണഘടനാ പ്രശ്നമായി അത് മാറുകയും ചെയ്യും. അതായത് ശ്രീ സെബാസ്റ്റ്യൻ പോൾ, നമുക്കറിയാം സർക്കാരും ഗവർണറും തമ്മിലുള്ള ഈ പോർമുഖമൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്, ജനങ്ങൾക്കെല്ലാം അറിയുന്നത്. പക്ഷേ ഇത്തവണത്തെ ഒരു വിഷയത്തിനകത്ത് ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കാർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് സർക്കാരല്ല എന്നുള്ളൊരു തുറന്ന പ്രഖ്യാപനമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ആ ഒരു വിഷയം ഒന്നും പറഞ്ഞുകൊണ്ടും ഇങ്ങനെ നയപ്രഖ്യാപനത്തിൽ ഒപ്പിടുകയില്ല എന്ന് അദ്ദേഹം പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായി മാറും നിയമപരമായി. അങ്ങനെയാണ് താങ്കളുടെ വിലയിരുത്തൽ?
അതേ മന്ത്രിമാരുടെ സ്റ്റാഫിന്റെ നിയമനമോ പെൻഷനോ ഒന്നും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അതൊക്കെ പണ്ടെന്ന് വെച്ചാൽ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വരുന്നതിന് മുൻപേ എടുത്തിട്ടുള്ള കാര്യങ്ങളും നിലപാടുകളുമാണ്. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തിന് വിയോജിപ്പുള്ള പല കാര്യങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ടാകാം, ഇനി നടക്കുകയും ചെയ്യും. അതെല്ലാം ഇപ്പോൾ തിരുത്തണം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യണം. ഇതൊരു ഉപാധിയാണ്. അതിന് ഉപാധി വെച്ചുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാം എന്ന് ഒരു ഗവർണർ പറഞ്ഞാൽ ഒരു ഗവർണറല്ലേ, ഭരണഘടന എന്താണെന്ന് അറിയാത്ത ആളൊന്നുമല്ലല്ലോ. അതുകൊണ്ട് അങ്ങേയറ്റം നിരുത്തരവാദപരമൊക്കെ നമ്മൾ അല്പം ബഹുമാനപൂർവ്വം പറയുന്നതാണ്. ഭരണഘടനാപരമായ അസംബന്ധമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അങ്ങനെ ഒരു സാഹചര്യം സംസ്ഥാനത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ അത് മേശപ്പുറത്ത് വെക്കുന്ന അങ്ങനെ ഒരു സാഹചര്യം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അതൊരു അസാധാരണ സാഹചര്യമല്ല എന്നാണോ? ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കാരണം നയപ്രഖ്യാപന പ്രസംഗത്തിലെ ചില ഖണ്ഡികകൾ വായിക്കാൻ ഗവർണർ വിട്ടുകളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായും വായിക്കാതെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ മതിയാകും. നയപ്രഖ്യാപന പ്രസംഗം വായിക്കുക എന്ന് പറഞ്ഞാൽ കമ്പോട് കമ്പ് ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായും വായിക്കണമെന്നില്ല എന്നൊക്കെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അല്ല, പ്രസംഗത്തിൽ ഒപ്പിടാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ അതുണ്ടായിട്ടില്ല. കാരണം ഇത് നിയമസഭ സമ്മേളിക്കുമ്പോൾ, വർഷത്തിന്റെ ആദ്യം സഭ സമ്മേളിക്കുമ്പോൾ ഗവർണർ സഭയിൽ വരണം, അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം നടത്തണം. അതോടെയാണ് സഭാ നടപടികൾ ആരംഭിക്കുന്നത്. ആ പ്രസംഗം എന്ന് പറയുന്നത് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത് ഗവർണർക്ക് കൈമാറുന്നതാണ്. ആ പ്രസംഗം ഞാനിപ്പോൾ ഒപ്പിടില്ല, ഞാൻ വായിക്കില്ല എന്ന് പറഞ്ഞ് നാളെ ഇദ്ദേഹം എന്താ വായിക്കാൻ പോകുന്നത്? നാളെ സഭ സമ്മേളിക്കുന്നത് ഈ ഗവർണർ നൽകിയ സമൻസ് അനുസരിച്ചാണ്. സമൻ ചെയ്തിരിക്കുന്നത് ഗവർണറാണ്, സഭയുടെ ഭാഗമാണ് ഗവർണർ. അപ്പോൾ അതുകൊണ്ട് ഗവർണർക്ക് നാളെ സഭയിൽ എത്തിയേ മതിയാകൂ. നാളെ സഭയിൽ എത്തിയതിനു ശേഷം അദ്ദേഹം അംഗങ്ങളോട് എന്താണ് പറയാൻ പോകുന്നത്? ഞാൻ നയപ്രഖ്യാപന പ്രസംഗം ഇല്ല, ഞാൻ അംഗീകരിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ അസംബന്ധമെന്ന വാക്ക് മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഇതിനും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ കാരണങ്ങളാൽ ഭരിക്കുന്ന പാർട്ടിയോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഗവർണർമാർ ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ രീതിയിലുള്ള ഒരു നടപടി ഒരു ഗവർണറുടെ ഭാഗത്തു നിന്നും ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ശ്രീ സെബാസ്റ്റ്യൻ പോൾ, നിയമസഭാ സമ്മേളനം മാറ്റിവെക്കേണ്ട ഒരു രീതിയിലേക്ക് പോകുമോ? അതോ ഇങ്ങനെ ഗവർണറുടെ അനുമതി ഇല്ലാതെ തന്നെ അങ്ങനെ ഒരു അസാധാരണ സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ അധികാരപരിധി ഉപയോഗിച്ച് കടന്നുകൊണ്ട് സഭാ സമ്മേളനം തുടങ്ങാം, അങ്ങനെയാണോ? ഇല്ല, അങ്ങനെ അവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഭരണഘടന വായിക്കുക മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. ആ രീതിയിലുള്ള ഒരു വ്യാഖ്യാനം സുപ്രീം കോടതിയോ മറ്റേതെങ്കിലും കോടതി ഇതുവരെ നടത്തിയിട്ട് അങ്ങനെ അവസരം ഉണ്ടായിട്ടില്ല. നാളെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ വിസമ്മതിച്ചാൽ അതിനർത്ഥം സഭ സമ്മേളിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഭരണഘടനാപരമായ വ്യവസ്ഥയാണ്. സഭ സമ്മേളിക്കുമ്പോൾ വർഷത്തിലെ ആദ്യത്തെ സമ്മേളനത്തിൽ ഗവർണർ ഹാജരായി നയപ്രഖ്യാപന പ്രസംഗം വായിക്കണം. അദ്ദേഹം അത് വായിക്കുന്നില്ലെങ്കിൽ ഇവിടെ വരേണ്ട കാര്യമില്ല. അദ്ദേഹം വായിക്കുന്നില്ലെങ്കിൽ സഭ തുടങ്ങാൻ കഴിയില്ല. അപ്പോൾ സഭ മാറ്റിവെക്കേണ്ടി വരും. അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക്, ഭരണഘടനാപരമായ പ്രതിസന്ധിയിലേക്ക് യാതൊരു കാര്യവും കാരണവുമില്ലാതെ സംസ്ഥാനത്തെ തള്ളിവിടുന്ന നടപടിയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റേത്. നന്ദി. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളാണ് പ്രതികരിച്ചത്. ഭരണഘടനാ വിരുദ്ധപരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് ഗവർണർ കടക്കുന്നത് നയപ്രഖ്യാപന പ്രസംഗം ഒപ്പിടാത്തതിലൂടെ എന്ന് അദ്ദേഹം പറയുന്നു. കൂടുതൽ നിയമ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ എന്തായാലും തേടാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ പ്രതിനിധികളിലേക്ക് വീണ്ടും വി അരുണും ടി ജി സൈത്തും ചേരുമ്പോൾ, അരുൺ നേരത്തെ പറഞ്ഞത് മുഴുമിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു സമ്മർദ്ദ തന്ത്രം, ഒരു പക്ഷേ അതിൽ സർക്കാർ ഒരു അനുകൂല നിലപാടെടുത്ത ശേഷം തന്റെ തീരുമാനം മയപ്പെടുത്താമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ വൈകിയ വേളയിൽ അദ്ദേഹം കടന്നേക്കാം. അങ്ങനെയൊക്കെ ഒരു സൂചനകൾ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഈ ഒരു വേളയിൽ വ്യാഖ്യാനിക്കാനൊക്കെ പറ്റുമോ? അപർണ, രാജ്ഭവന്റെ ഔദ്യോഗിക വിശദീകരണം അതാണ്. ആ വിഷയമാണ്, പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ശുഷ്കമായ കേരളം പോലുള്ള ഒരു ഖജനാവുള്ള സംസ്ഥാനത്ത് നിന്ന് ഇത്രയും അധികം ദൂർത്ത് അനുവദിക്കാൻ കഴിയില്ല. അതാണ് ഗവർണറുടെ നിലപാടായി, ഔദ്യോഗിക നിലപാടായി രാജ്ഭവൻ ലഭിക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യം കൂടി ഗവർണറുടെ കടുത്ത നിലപാട് പിന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അപ്രകാരമാണ്. അതായത് നേരത്തെ BJP സംസ്ഥാന സമിതി അംഗം കൂടിയായ ഹരിയസ് കർത്തയെ ഗവർണറുടെ അസിസ്റ്റന്റ് പേഴ്സണൽ അസിസ്റ്റന്റായി നിയമിക്കാൻ അദ്ദേഹം ശുപാർശ ചെയ്തിരുന്നു. സർക്കാർ മുഖ്യമന്ത്രിയുടെ വിയോജനക്കുറിപ്പോടുകൂടി ഇത് നേരത്തെയുള്ള കീഴ്വഴക്കം ഉള്ള രീതിയല്ല, കീഴ്വഴക്കത്തിന് ലംഘനമാണ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ സംഘടനയോട് അനുഭവമുള്ള ആളെ രാജ്ഭവൻ നിയമിക്കുന്നത് എന്ന വിയോജനക്കുറിപ്പോടുകൂടി
സംസ്ഥാന സർക്കാർ അത്തരം ഒരു വിയോജനക്കുറിപ്പ് ഗവർണറുടെ ഓഫീസ് നൽകിയിരുന്നു. അത് തന്നെ അവഹേളിക്കാൻ തുല്യമെന്നാണ് ഗവർണറുടെ വിലയിരുത്തൽ. ആ വിശദീകരണക്കുറിപ്പ് ലഭിക്കുമ്പോൾ തന്നെ ഗവർണർ വലിയ ക്ഷുഭിതനായിരുന്നു. തന്നെ അവഹേളിക്കലാണ്, രാജ്ഭവനെ അവഹേളിക്കലാണ് ഇത്തരം ഒരു വിശദീകരണക്കുറിപ്പ് നൽകുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം രാജ്ഭവന്റെ ദൈനംദിന പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ ജീവനക്കാരുടെ കുറവുണ്ട്. അത് നികത്താനാണ് താൻ ഒരു നിയമന ശുപാർശ നൽകിയത്. അതിനെ സർക്കാർ തന്നെ അവഹേളിക്കാനുള്ള ആയുധമായി മാറ്റിയ ഗവർണർ കടുത്ത അതിർത്തിയിലാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ PROയുടെ കാലാവധി പോലും അവസാനിച്ചിരിക്കുന്നു. പകരം ആളെ നിയമിക്കാൻ ഒരു പാനൽ രാജ്ഭവൻ നൽകിയെങ്കിലും അതിലും സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. ഇപ്പോഴത്തെ PRO തന്നെ തുടരട്ടെ എന്ന തീരുമാനമാണ് പകരം സർക്കാർ എടുത്തത്. ഇതെല്ലാം രാജ്ഭവന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താനുള്ള സർക്കാർ നീക്കമായാണ് ഗവർണർ കാണുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഗവർണർ ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമന വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ തയ്യാറാകാത്തത്. സംസ്ഥാന സർക്കാർ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തെ AKG സെന്ററിൽ വളരെ പ്രധാനപ്പെട്ട CPMന്റെ യോഗം ചേരുകയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇവിടെ AKG സെന്ററിൽ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ AKG സെന്ററിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ CPMന്റെ പ്രധാന നേതാക്കൾ, സർക്കാരിലെ പ്രധാനികളൊക്കെ തന്നെ ഇവിടെ AKG സെന്ററിലുണ്ട്. വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കേരളം കടന്നു പോകുമ്പോൾ AKG സെന്ററിൽ നിന്ന് ഉള്ള പ്രതികരണവും വളരെ നിർണായകമായി തീരും. സംസ്ഥാനത്തെ പ്രധാനമന്ത്രിമാരൊക്കെ തന്നെ, സെക്രട്ടറി അംഗങ്ങളായ മന്ത്രിമാരൊക്കെ തന്നെ ഇവിടെയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഇടതുമുന്നണി കൺവീനറുമൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ നിന്നുള്ള പ്രതികരണവും വളരെ നിർണായകമായി തീരും. മുഖ്യമന്ത്രി ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് ഉച്ചയ്ക്ക് രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചത്. അപ്പോഴും അദ്ദേഹം അതിന് വഴങ്ങിയിട്ടില്ല. ഇപ്പോഴും ഗവർണർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്ത് നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുക? സംസ്ഥാന ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാത്തത് കൊണ്ട് സഭാസമ്മേളനം ചേരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായില്ല. ഭരണഘടനാപരമായി തന്നെ ഒരു പുതുവർഷത്തിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കണമെങ്കിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാകണം. അത് നാളെയാണ് സംസ്ഥാന നിയമസഭാ സമ്മേളനം. അരുൺ, ഞാൻ തിരികെ എത്താം. അരുണ്, രാജ്ഭവനിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി അരുണിലേക്ക് തിരികെ എത്താം. TG സജിത്ത് രാഷ്ട്രീയ വിശകലനങ്ങളുമായി. സജിത്ത്, ഇതിനകത്ത് ഗവർണറുടെ വിവേചനാധികാരം, നിയമസഭാ സമ്മേളനം അവസാനിപ്പിക്കുന്നതിനും വിളിക്കുന്നതിനുമൊക്കെ ഗവർണറുടെ വിവേചനാധികാരം എത്രത്തോളം ഉണ്ട് എന്നുള്ള വിഷയമെല്ലാം നിയമപരമായി തന്നെ വരും മണിക്കൂറുകൾക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളതിൽ തർക്കമില്ല. അപ്പോഴും ഇതിനകത്ത് വ്യക്തമാകുന്ന ഒരു രാഷ്ട്രീയം, ഇതിനകത്ത് പ്രതിപക്ഷം എടുക്കാൻ പോകുന്ന നിലപാട്, BJP പ്രകടമായി സ്വീകരിക്കാൻ പോകുന്ന നിലപാടൊക്കെ ഉണ്ട്. അതിനേക്കാളെല്ലാം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടാതെ ഒരു സമ്മർദ്ദ തന്ത്രം എന്ന രീതിയിൽ ഗവർണർ വിയോജിപ്പോടുകൂടി ഒരു പക്ഷേ അദ്ദേഹം അനുനയത്തിലേക്ക് വന്നേക്കാം. അങ്ങനെയൊക്കെ നമുക്ക് കണക്കാക്കാൻ കഴിയുമോ ഇപ്പോൾ? ആ സാധ്യത അപർണ തള്ളിക്കളയാൻ കഴിയില്ല. മുൻകാലങ്ങളിലും അത് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഗവർണർ വിയോജിപ്പ് പ്രകടിപ്പിച്ച അവസാന ഘട്ടത്തിൽ സർക്കാരിൻ്റെ നിലപാടിനൊപ്പം നിൽക്കുന്ന മുൻകാല അനുഭവങ്ങൾ പലതുണ്ടായിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിലും നയപ്രഖ്യാപന പ്രസംഗ വിഷയത്തിലും അത്തരം സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. പക്ഷേ മുഖ്യമന്ത്രി ഒരു അനുനയ നീക്കം നടത്തിയിട്ടും അത് ഫലം കണ്ടിട്ടില്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു ഭാവി സ്വാഭാവികമായും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. മറ്റൊന്ന്, പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലിലേക്ക് എത്തിയാൽ ഇക്കാര്യത്തിൽ സർക്കാരും ഗവർണറുമാണ് കക്ഷികൾ, തങ്ങൾ കക്ഷിയല്ല, ഇതിൽ ഇടപെടുന്നില്ല എന്നതാണ് പ്രതിപക്ഷം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. അതായത് ഗവർണറെ കാലാകാലങ്ങളിൽ അനുനയിപ്പിച്ച് കൂടെ നിർത്തുന്നത് സർക്കാരാണ്. ഗവർണറും സർക്കാരും തമ്മിൽ മറ്റു ചില ബന്ധങ്ങളുണ്ട്. കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഇല്ലാത്ത വ്യക്തിയാണ് ഗവർണർ. അദ്ദേഹത്തിന് പല സമയത്തും പല നിലപാടുകളും എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇത് അസാധാരണ സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ സർക്കാർ ഇനി എങ്ങനെ നേരിടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമിതി ചേരുകയാണ്. രാഷ്ട്രീയ തന്ത്രങ്ങൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷേ മുഖ്യമന്ത്രി അനുനയ നീക്കങ്ങൾ പരാജയപ്പെട്ടതിന് ശേഷമുള്ള സാഹചര്യങ്ങളും ഞാനൊന്ന് ഇടപെടുന്നു. സജിത്ത്, തിരികെ വരാം. ഇപ്പോൾ ഇതിനകത്ത് കൃത്യമായ ഒരു അഭിപ്രായം പറയാൻ കൂടെ കഴിയുന്ന ഒരാൾ കൂടിയാണ് നമുക്കൊപ്പം ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ ശ്രീ PDT ആചാര്യ നമുക്കൊപ്പം ചേർന്നു. ശ്രീ PDT ആചാര്യ, അത്യപൂർവമായ ഒരു സാഹചര്യം എന്നാണോ വിശേഷിപ്പിക്കേണ്ടത്? നയപ്രഖ്യാപന പ്രസംഗത്തിൽ താൻ ഒപ്പിടുകയില്ല എന്ന് ഒരു സംസ്ഥാനത്തെ ഗവർണർ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായി നിയമസഭാ സമ്മേളനം തന്നെ മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകുമോ? ഭരണഘടനാപരമായി അദ്ദേഹത്തിന് അതിനുള്ള വിവേചനാധികാരമുണ്ടോ? എങ്ങനെയാണ് പ്രതികരണം? നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടത്തില്ലെന്നും നയപ്രഖ്യാപന പ്രസംഗം വായിക്കത്തില്ലെന്നും പറയാൻ ഗവർണർക്ക് യാതൊരു അധികാരവും ഇല്ല. നയപ്രഖ്യാപനം വായിക്കേണ്ട ഭരണഘടനാപരമായ ചുമതല ഗവർണറുടെയാണ് എന്നാണ് ഭരണഘടന പറയുന്നത്. അപ്പൊ ഒരു ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഭരണഘടനയെ സംരക്ഷിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ ഭരണഘടനയെ ലംഘിക്കുക എന്ന് പറയുന്നത്
അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭരണഘടന അനുസരിച്ച് ഗവർണർ നയപ്രഖ്യാപനം വായിക്കാൻ ബാധ്യസ്ഥനാണ്. അത് ഞാൻ വായിക്കില്ല എന്ന് പറയാനൊന്നും ഗവർണർക്ക് പറ്റുകയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രസിഡന്റ് അതിനകത്ത് ഇടപെട്ട് ഗവർണറെ മാറ്റണം. അങ്ങനെ ഒരു ഗവർണറെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ് ഗവർണർ. ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമല്ല, അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളൂടാണ്. അപ്പൊ അങ്ങനെ ഒരാള് ഞാനിത് വായിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനമാണ്. ഇതിനകത്ത് ഗവർണർക്ക് പേഴ്സണലായി യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല അതില്. ഇത് വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഞാനും അതുകൊണ്ട് ഇത് വായിക്കും, ഗവൺമെന്റ് അത് ചെയ്തെങ്കിലേ ഞാനിത് വായിക്കുള്ളൂ എന്നൊന്നും ഗവർണർക്ക് പറയാൻ പറ്റില്ല. അതാണ് എന്റെ കാര്യം. കാരണം നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വ്യവസ്ഥയാണല്ലോ ഇത്. കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റത്തിലാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാത്രമേ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം സഭയില് ഒരു വർഷത്തിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്ന അസംബ്ലി സമ്മേളനത്തില് ഗവർണർ വന്ന് നയപ്രഖ്യാപനം നടത്തണമെന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതനുസരിച്ച് മാത്രമേ ഗവർണർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഒരു ഗവർണർക്ക് അങ്ങനെ ഞാൻ വായിക്കില്ലെന്നൊന്നും പറയാൻ പറ്റിയില്ല. അതാണ് എന്റെ കാര്യം. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവർണർക്കാണ്. എന്തെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് ഉണ്ടാക്കിയാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഗവർണർക്കായിരിക്കും. ശ്രീ PDT ആചാര്യ, അതായത് ഇങ്ങനെ ഒപ്പിടുകയില്ല എന്ന് തീരുമാനിച്ചാലും നിയമസഭാ സമ്മേളനം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയില്ല എന്നുകൂടിയാണോ? അങ്ങനെ ഒരു സാഹചര്യം ഇതിനകത്തുണ്ടോ? അതിൽ ഗവർണറുടെ വിവേചനാധികാരം എന്താണ്? ഇല്ല, അത് ഇപ്പം അസംബ്ലി ഇതെല്ലാം വാസം പറഞ്ഞു ഇതൊക്കെ എന്ന് പറഞ്ഞ പ്രസിഡന്റ് ഇല്ലാത്തൊരു സംഗതിയാണ്. കാരണം ഇതൊന്നും ആരും ഒരു ഗവർണർ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ. ഇപ്പം ഗവർണർ കാരണം ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു അസംബ്ലി ഒരു വർഷത്തിൽ ആദ്യമായിട്ട് കൂടുന്ന അസംബ്ലിയിൽ ഗവർണർ നയപ്രഖ്യാപനം നടത്തിയിരിക്കണമെന്നാണ്. അപ്പൊ അങ്ങനെയാണ് ഈ സഭ ആരംഭിക്കുന്നത് തന്നെ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ഗവർണർ ഇത് വായിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് എന്ത് ചെയ്യണം എന്നുള്ളത് അതിനെക്കുറിച്ച് വാസ്തവത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ലംഘിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നാച്ചുറലി ഇതിന്റെ കോടതിയാണ് അതിന്റെ ഒരു ശരണം. കോടതിയെ സമീപിക്കുക, കോടതി അതിന് തീരുമാനമെടുക്കട്ടെ എന്ന് വെക്കുക. അത് മാത്രമേ ഉള്ളല്ല. വേറെ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിനോട് ആവശ്യപ്പെടുക ഇത് ഗവർണറെ മാറ്റുക, അല്ലെങ്കിൽ വേറെ ഗവർണറെ അപ്പോയിന്റ് ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് പിന്നെ നമുക്കതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റുകയില്ല എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. വളരെ നന്ദി ശ്രീ PDT ആചാര്യ, മുൻ ലോക്സഭാ സെക്രട്ടറി. അദ്ദേഹമാണ് പ്രതികരിച്ചത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഗവർണർക്ക് കടക്കാൻ കഴിയുകയില്ല ഭരണഘടനാപരമായി എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെയും അഭിപ്രായം. അതിനിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അതായത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പാർട്ടിക്കാരെ നിയമിക്കുന്നത് എതിരെയായിരുന്നു ഗവർണറുടെ ഈ വിയോജിപ്പ്. അതുകൊണ്ട് തന്നെ അവരെ മാറ്റിക്കൊണ്ട് പൊതുഭരണ സെക്രട്ടറി അടക്കമുള്ളവരെ മാറ്റിക്കൊണ്ട് ഒരു അനുനയ നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത കൂടി ഈ നിമിഷം വരികയാണ്. VV അരുൺ, ആ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? സർക്കാർ അനുനയത്തിലേക്ക് കടക്കുന്നു, അതായത് ഗവർണറുടെ സമ്മർദ്ദ തന്ത്രം അനുസരിച്ച് തന്നെ സർക്കാർ ആ അനുനയത്തിലേക്ക് കടക്കുന്നു, ആ ആവശ്യത്തിൽ സർക്കാർ ചെവികൊള്ളുന്നു എന്നൊക്കെയാണോ? അതിന്റെ വിവരങ്ങൾ എന്താണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ പൊതുഭരണ സെക്രട്ടറി KR ജ്യോതിലാലിനെ ആ തസ്തികയിൽ നിന്ന് സർക്കാർ മാറ്റിയിരിക്കുന്നു. ജ്യോതിലാലിന്റെ മാറ്റം ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാവുന്നത് നേരത്തെ ഹരിയസ് കർത്തയുടെ നിയമനത്തോട് വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് രാജ്ഭവന് കത്ത് നൽകിയത്, സംസ്ഥാന സർക്കാരിന് വേണ്ടി രാജ്ഭവന് കത്ത് നൽകിയത് പൊതുഭരണ സെക്രട്ടറിയായ KR ജ്യോതിലാലായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ തസ്തികയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. സർക്കാർ ഉത്തരവ് അല്പസമയം മുമ്പാണ് പുറത്തിറങ്ങിയത്. ശാരദാ മുരളീധരന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ശാരദാ മുരളീധരന് ഇതിന്റെ പൂർണ്ണ ചുമതല നൽകുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. അതായത് പൊതുഭരണ വകുപ്പ് സെക്രട്ടറി പൂർണ്ണ ചുമതല നൽകുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും KR ജ്യോതിലാലിന്റെ ഇപ്പോഴത്തെ മാറ്റവും ഗവർണറുടെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത ഈ കത്ത് ലഭിച്ചതിന് ശേഷം ഗവർണർ ക്ഷുഭിതനായതും രാജ്ഭവനെ തന്നെ സർക്കാർ അവഹേളിച്ചുവെന്ന ഗവർണറുടെ വിലയിരുത്തലുമായി കൂട്ടിച്ചേർത്ത് വായിക്കണം. അങ്ങനെയെങ്കിൽ ഇതൊരു അനുനയ നീക്കമായി കാണണം. സർക്കാരിനെ സമ്മർദ്ദ തന്ത്രത്തിൽപ്പെടുത്തി അല്ലെങ്കിൽ കടുത്ത സമ്മർദ്ദത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഗവർണർ മുന്നോട്ട് പോവുകയെന്ന് പറയേണ്ടി വരും. ഗവർണറുടെ ഈ സമ്മർദ്ദ നീക്കത്തിന് സർക്കാർ വഴങ്ങിയെന്ന് പറയേണ്ടി വരും. സംസ്ഥാന സർക്കാരിന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരാണ് KR ജ്യോതിലാൽ. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലം മുതൽ പൊതുഭരണ വകുപ്പിന്റെ സെക്രട്ടറിയാണ്. പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുത്ത് സർക്കാരിനൊപ്പം പോകുന്ന ഉദ്യോഗസ്ഥരാണ്. അത്തരം ഒരു ഉദ്യോഗസ്ഥരാണ് രാജ്ഭവന്റെ
കീഴ്വഴക്ക ലംഘനത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികളുടെ ആഭിമുഖ്യമുള്ള ഒരാൾക്കെതിരെ ഒരാളോട് അത്തരമൊരു നിയമനത്തെ എതിർത്തുകൊണ്ട് സർക്കാരിന് വേണ്ടി കത്തയച്ചത്. അത്തരമൊരാളെ തന്നെയാണ് ഇപ്പോൾ ഗവർണറുടെ ആവശ്യപ്രകാരം എന്നുകൂടി കരുതണം. തനിക്കെതിരെ തന്നെ അപഹേളിച്ചുകൊണ്ട് കത്തെഴുതിയെന്ന് ഗവർണർ കരുതുന്ന ആ ഉദ്യോഗസ്ഥരെ, സംസ്ഥാന സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. KR ജ്യോതിലാലിനെ പൊതുഭരണ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു അനുനയ നീക്കത്തിലേക്ക് സർക്കാർ പോകുന്നുവെന്ന് വിലയിരുത്തേണ്ടി വരും, കരുതേണ്ടി വരും. ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുണ്ട് നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഒപ്പിടാത്ത അത്യപൂർവമായ ഭരണഘടനാ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാകും തടയാൻ സർക്കാർ ഗവർണറുടെ സമ്മർദ്ദത്തിന് വഴിപ്പെടുന്നു എന്ന് വേണം ഈ നിമിഷം നമുക്ക് മനസ്സിലാക്കേണ്ടത്. KR ജ്യോതിലാലിന്റെ സ്ഥാനമാറ്റം, അദ്ദേഹത്തെ പൊതുഭരണ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയത് അതിന്റെ ഭാഗമായി കാണണം. ഇതിന് യഥാർത്ഥ കാരണം അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഗവർണറുടെ നിലപാടിനെതിരെ, രാജ്ഭവനെതിരെ സർക്കാർ വിയോജനക്കുറിപ്പ് അയച്ചു തന്നെയാകണം. അതുതന്നെയാണ് ഗവർണറെ ആ നിമിഷം ക്ഷുഭിതനാക്കിയത്. അതിന്റെ കടുത്ത അതിർത്തിയാണ് ഗവർണർ ഇപ്പോഴത്തെ തീരുമാനത്തിലൂടെ പ്രകടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ടെത്തി ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന നേതൃത്വത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള തരത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ സംസ്ഥാന ഗവർണർ തയ്യാറാകുന്നില്ല. ആ വിഷയത്തിൽ ഒരു അനുനയ നീക്കവുമായി സർക്കാർ എത്തിയിരിക്കുന്നു. GAD സെക്രട്ടറി KR ജ്യോതിലാലിനെ മാറ്റിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വൈകാതെ ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിക്കാം. ഗവർണർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉള്ളടക്കത്തിലല്ല ഗവർണറുടെ അതിർത്തി മറ്റു ചില വിഷയങ്ങളിലാണ്. അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു കത്താണ്. രാജ്ഭവന്റെ തീരുമാനം ഗവർണറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അത് കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണ്, ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഗവർണറുടെ ആഗ്രഹം മാനിച്ചുകൊണ്ട് ആ തീരുമാനത്തിനെ സർക്കാർ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് KR ജ്യോതിലാൽ കത്ത് നൽകിയത്. മുഖ്യമന്ത്രി വിയോജനക്കുറിപ്പോടെയാണ് ആ ഫയൽ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു അവഹേളനം നേരിട്ട ഗവർണർ അതിന് പ്രതികാരം തീർക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഇതുപോലൊരു സാഹചര്യത്തിൽ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നിയമസഭാ സമ്മേളനം ചേരാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ സർക്കാരിനെ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സർക്കാരിനെ മുൾമുനയിൽ സമ്മർദ്ദത്തിൽ നിർത്തിക്കൊണ്ട് ഗവർണർ അത്യപൂർവ നീക്കം നടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ ഉത്തരവ് വച്ച് വിലയിരുത്തുമ്പോൾ ഗവർണർ ആ നീക്കത്തിൽ വിജയിച്ചിരിക്കുന്നു പറയാം. സർക്കാർ ഗവർണർക്ക് മുന്നിൽ കൊടുത്തിരിക്കുന്നുവെന്നും വിലയിരുത്തേണ്ടി വരും. ഏതായാലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ഇവിടെ പുരോഗമിക്കുന്നു. CPM നേതാക്കളുടെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ വൈകാതെ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ, തിരികെ വരാം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് കൂടി സർക്കാർ കടക്കുന്നത് പൊതുഭരണ സെക്രട്ടറിയെ മാറ്റിക്കൊണ്ട്, അതായത് ഗവർണർ നേരത്തെ തന്നെ സർക്കാരുമായി പോർമുഖം വ്യക്തമാക്കിയിരുന്നു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പാർട്ടിക്കാരെ നിയമിക്കാൻ പാടില്ല, 2 വർഷത്തിനു ശേഷം ഇത്തരക്കാർക്ക് പെൻഷൻ നൽകുന്ന നടപടി നിയമവിരുദ്ധമാണെന്നും ഇതെല്ലാം രീതിയിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫായ ഹരിയസ് കർത്തയെ നിയമിച്ചതിന് ശേഷം ആ വിഷയത്തിൽ സർക്കാർ നടത്തിയ വിയോജിപ്പ്, അതിനുശേഷമായിരുന്നുള്ള പ്രതികരണങ്ങൾ. ഇപ്പോൾ പൊതുഭരണ സെക്രട്ടറി KR ജ്യോതിലാലിനെ പോലെ ഒരാളെ മാറ്റുന്നതിലൂടെ സർക്കാർ ഗവർണറുടെ സമ്മർദ്ദതന്ത്രത്തിന് വഴങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഗവർണർ തന്റെ നീക്കത്തിൽ ഗവർണർ വിജയം കണ്ടിരിക്കുന്നു എന്ന് പോലും വിലയിരുത്താമെന്ന് കൂടിയാണ് VV അരുൺ അടക്കം ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്. ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം എത്തുന്ന ഒരു സാഹചര്യമാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാതിരുന്നാൽ നിയമസഭാ സമ്മേളനത്തിലേക്ക് കടക്കാൻ കഴിയാത്ത അത്യപൂർവ ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം കടക്കും. അത് പക്ഷേ കോടതികൾക്കടക്കം ഇടപെടാവുന്ന ഒരു വിഷയമാണ് എന്നുള്ള പ്രതികരണം PDT ആചാര്യ അടക്കമുള്ളവർ ന്യൂസ് 8-നോട് ഈ നിമിഷത്തിനുള്ളിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് ഏത് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാവുക, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക, BJP-യുടെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നുള്ള കാണാം. ഏതായാലും നയപ്രഖ്യാപനത്തിലെ ഉള്ളടക്കത്തോടായിരുന്നില്ല അദ്ദേഹത്തിന്റെ വിയോജിപ്പ് എന്നുകൂടി വ്യക്തമാകുമ്പോൾ ഒരിക്കൽ കൂടി VV അരുൺ, അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു അനുനയത്തിലേക്ക് ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായും ഒരു വൈകിയ വേളയിൽ അദ്ദേഹം ഒപ്പിട്ടുകൊണ്ട് നയപ്രഖ്യാപനത്തിലേക്ക് തന്നെ കടക്കുന്ന ഒരു വിഷയമുണ്ട്. രാഷ്ട്രീയമായുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ പിന്നീടായിരിക്കാം CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ഈ അവസരത്തിൽ അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് കടക്കണ്ട എന്നുകൂടി ചിലപ്പോൾ പാർട്ടിയും സർക്കാരും ഒക്കെ വിചാരിക്കുന്നുണ്ടാകാം. അതിനായിരിക്കില്ല സാധ്യത കൂടുതലും. ഞാനിപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ VT ബൽറാം നമുക്കൊപ്പം ചേർന്നു. ശ്രീ VT ബൽറാം, ഒരു അത്യപൂർവ സാഹചര്യം എന്നുകൂടിയാണോ വിശേഷിപ്പിക്കേണ്ടത്? ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടുകയില്ല എന്ന് പറയുമ്പോൾ നിയമസഭാ സമ്മേളനം പോലും മാറ്റിവെക്കേണ്ട ഒരു തലത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്?
അത്യപൂർവ സാഹചര്യം എന്ന് പറയുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ചരിത്രത്തിലും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം. കേരളത്തിൽ ഏതായാലും ആദ്യമായിട്ടാണ് നമുക്കറിയാം. പക്ഷേ ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള ഇതുപോലെയുള്ള പരസ്യ പ്രതികരണങ്ങളും വാഗ്വാദങ്ങളും പരസ്യമായിട്ടുള്ള പോരുകളും പിന്നീടുണ്ടാകുന്ന രഹസ്യമായിട്ടുള്ള അന്തർനാടകങ്ങളും കൊടുക്കൽ വാങ്ങലുകളും ഇത് കേരളത്തിന് ഇപ്പൊ സ്ഥിരം പതിവായിരിക്കുകയാണ്. അതാണ് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചുള്ള സ്ഥിരം പതിവായി മാറിക്കുന്നത്. ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കും, തങ്ങൾ തമ്മിൽ എന്തൊക്കെയോ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കും. അങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് പിന്നീട് പിന്നാമ്പുറത്ത് കൂടെ അന്തർനാടകങ്ങളും ഇവർ തമ്മിലുള്ള ഡീലുകളും കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗവർണർ എന്റെ പ്രതീക്ഷയിൽ നാളെ രാവിലേക്കുള്ളിൽ ഈ നിലപാട് തിരുത്തുമെന്ന് തന്നെയാണ്. ആ നിലയ്ക്കുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടാവും. ആ തീരുമാനത്തിലേക്ക് ഗവർണർക്ക് വരേണ്ടതായിട്ട് വരുമെന്നറിയാം. യഥാർത്ഥത്തിൽ ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ചില വിമർശനങ്ങളുണ്ട്. അത് ഗവർണറും ഗവൺമെന്റും ഒത്തുകളിക്കുകയാണ്. ഇവർ രണ്ടുപേരും ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഗവർണർ പ്രത്യേകിച്ചും അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള വീഴ്ച വരുത്തുകയും ഗവൺമെന്റിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കണ്ണൂർ സർവകലാശാല VC നിയമനത്തിന്റെ കാര്യത്തിൽ തൊട്ട് പിന്നീട് ഏറ്റവും ഒടുവിൽ ലോകായുക്ത ഓർഡിനൻസിന്റെ കാര്യം വരെ ഞങ്ങൾ ഉയർത്തിയൊരു വിമർശനമുണ്ട്. അതിന്റെ കാരണങ്ങളായി സ്വാഭാവികമായി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ കൂടിയാണ്. ഗവർണർ പ്രതിനിധീകരിക്കുന്ന BJPയുടെ രാഷ്ട്രീയ താല്പര്യവും കേരളത്തിലെ CPMന്റെ രാഷ്ട്രീയ താല്പര്യവും ഇത് രണ്ടും തമ്മിലുള്ള ചില കൊടുക്കൽ വാങ്ങലുകളാണ് ഈ പറയുന്ന തലത്തിലേക്കുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പൊതുഭരണ സെക്രട്ടറിയെ മാറ്റിയിരിക്കുന്നു. അത് KR ജ്യോതിലാലിനെ പോലെ ഒരാൾ ഇടതുപക്ഷ സർക്കാരിന്റെ തുടക്കം തൊട്ടേ ഉള്ള ഒരാളെ സംബന്ധിച്ച് മാറ്റിക്കൊണ്ടുകൂടിയാണ് അങ്ങനെ ഒരു അനുനയത്തിലേക്ക് സർക്കാർ കടക്കുകയാണല്ലോ. അപ്പോൾ സർക്കാർ ഇതിനകത്തൊന്ന് കീഴടങ്ങുന്നു എന്നുള്ളൊരു സൂചനയൊക്കെ അതിനകത്തില്ലേ? അത് തന്നെയാണ് പറയുന്നത്. ഇവര് പരസ്പരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി തങ്ങൾ എന്തോ വലിയ വൈരത്തിലാണ്, വലിയ നിരന്തരമായിട്ടുള്ള പോരാട്ടത്തിലാണ് എന്ന് വരുന്നത് CPMന്റെയും BJPയുടെയും രാഷ്ട്രീയ താല്പര്യത്തിന് ഗുണകരമാണ്. കാരണം ഇവർ തമ്മിലുള്ള ഒത്തുകളിയാണ് എന്നുള്ള ഞങ്ങളുടെ വിമർശനം അങ്ങനെയല്ല എന്ന് ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് ഒരു തെളിയിക്കാനുള്ള ഒരു വ്യഗ്രത അവർക്കുണ്ടല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നിർണായകമായ കാര്യങ്ങളിലെ ഇവരുടെ യോജിച്ചുള്ള തീരുമാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു. ഇപ്പൊ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കണ്ണൂർ വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ നിയമവിരുദ്ധമായിട്ടുള്ള ഇടപെടൽ, തനിക്ക് പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജ് ഉണ്ട് ഇതിൽ ഇടപെടാൻ എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക കാൻഡിഡേറ്റിന്റെ പേര് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിക്കുന്ന തരത്തിലൊരു കത്തയക്കുമ്പോൾ ആ കത്തിനോട് ഗവർണർ ഈ രീതിയിൽ പ്രതികരിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ നിർദ്ദേശം അദ്ദേഹം തിരിച്ചയക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഗവർണറുടെ ഉദ്ദേശശുദ്ധിയിൽ നമുക്ക് വിശ്വാസം വരുമായിരുന്നു. അതുപോലെ തന്നെ നിയമവിരുദ്ധമായി പാസാക്കിയ ഈ പറയുന്ന ലോകായുക്ത ഓർഡിനൻസ്, നിലവിലുള്ള ലോകായുക്ത നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഇന്നേ വരെ ആർക്കുമില്ലാത്തൊരു പുതിയ വാദം ഗവൺമെന്റ് ഉന്നയിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ലോകായുക്തയെ തന്നെ അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള ഒരു ഓർഡിനൻസ് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ആ ഓർഡിനൻസ് ഗവർണർ തിരിച്ചയക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ഞങ്ങൾ മാനിക്കുമായിരുന്നു. ഞങ്ങൾ ആ ആവശ്യം പരസ്യമായി ഉയർത്തിയതാണ്. UDFന്റെ നിവേദക സംഘം ഗവർണറെ നേരിട്ട് കണ്ട് തന്നെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. പക്ഷെ അതൊക്കെ അദ്ദേഹം ഗവൺമെന്റിന് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ നിർണായക കാര്യങ്ങളിലൊന്നും ഇല്ലാത്ത എതിർപ്പ് ഈ വക ചീള് കാര്യങ്ങളിൽ അദ്ദേഹം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണ്. അതിന്റെ ആയുസ്സും ഏതാനും മണിക്കൂർ. അതായത് കോൺഗ്രസ് വ്യക്തമായി ആരോപിക്കുന്നത് മറ്റ് വിവാദങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ആ ഒരു രാഷ്ട്രീയ നാടകം നടത്തുകയാണ് സംസ്ഥാന സർക്കാരും ഗവർണറും കൂടി എന്ന് തന്നെയാണ് അല്ലേ? അങ്ങനെ തന്നെ അനുമാനിക്കേണ്ടി വരുന്നത് മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂർ VCയുടെ കാര്യത്തിലായാലും ലോകായുക്ത ഓർഡിനൻസിന്റെ കാര്യത്തിലായാലും ഏറ്റവും ഒടുവിൽ ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് BJP നേതാവ് കടന്നു വരാനുള്ള സാഹചര്യം ഒരുക്കിയ കാര്യത്തിലായാലും ശരി, ഇതൊക്കെ ഇവർ തമ്മിൽ അടിസ്ഥാനപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ചില പരസ്പര ധാരണകളും ചില പരസ്പരമായിട്ടുള്ള ആ ധാരണകൾ നടപ്പാക്കാൻ വേണ്ടി അതിന്റെ മുന്നോടിയായിട്ട് നടത്തുന്ന ചില വിലപേശലുകളും താൽക്കാലിക വിലപേശലുകളും മാത്രമായിട്ടാണ് ഇത്. യഥാർത്ഥത്തിൽ വലിയൊരു ദുരന്തമാണ്, വലിയൊരു ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ്. ഉന്നതമായിട്ടുള്ള ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ, ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന ഗവൺമെന്റ്, ഇവർ ഇങ്ങനെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കുകയും അവസാനം ഇത് ആർക്കും എന്താ പറയുക ഉൾക്കൊള്ളാൻ കഴിയാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ മുഴുവൻ ഒത്തുതീർപ്പുകൾ പിന്നാമ്പുറത്തുകൂടെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ ഇതിനെ മൊത്തത്തിൽ ഒരു തമാശക്കളിയാക്കിയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിമർശനം. അതിന് മൊത്തത്തിൽ നമുക്കൊക്കെ വലിയ ദുഃഖമാണുള്ളത്. അങ്ങനെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അതായത് കോൺഗ്രസിന്റെ പ്രതീക്ഷ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്കൊന്നും നിയമസഭാ സമ്മേളനം പോവുകയില്ല. അദ്ദേഹം വൈകിയ വേളയിലാണെങ്കിലും ഗവർണർ ഒപ്പിടും, അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തും എന്ന് കൂടിയാണ് പ്രതിപക്ഷത്തിന്റെ ഒരു വിലയിരുത്തൽ ഇപ്പോൾ.
അങ്ങനെയാണല്ലോ നമ്മൾ മറ്റ് പല കാര്യങ്ങളിലും കണ്ടത്. ലോകായുക്ത ഓർഡിനൻസ് ഒക്കെ അങ്ങനെയാണല്ലോ കണ്ടത്. അതുകൊണ്ട് നാളെ രാവിലെ വരെ നിങ്ങളിങ്ങനെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു, നമ്മൾ അതിന്റെ പേരിൽ പ്രതികരിക്കുന്നു, അവസാനം നമ്മളെ അത് വെട്ടികളാക്കിക്കൊണ്ട് ഇവർ തമ്മിൽ അതുപോലെ ഒത്തുതീർപ്പുണ്ടാക്കും. ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നാണ് എന്റെ ഊഹം. അങ്ങനെ അല്ല എങ്കിൽ അത് വളരെ ഗൗരവകരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് മാറുകയും ചെയ്യും. ഓക്കെ, വളരെ നന്ദി. കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം ആണ് പ്രതികരിച്ചത്. കോൺഗ്രസ് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് കോൺഗ്രസ് കണക്കാക്കുന്നത് ഇത് വെറും ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണെന്നുള്ള ബൽറാമിന്റെ പ്രതികരണം. ഇതിനിടയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഏതായാലും സർക്കാർ അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് പൊതുഭരണ സെക്രട്ടറിയെ മാറ്റുന്നു. കെ ആർ ജ്യോതിലാലിനെ പോലെ ഇടതുപക്ഷ സർക്കാരിൽ അത്രയും സ്വാധീനമുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നത്. ഗവർണർ ഉന്നയിച്ച വിഷയം, പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, പാർട്ടിക്കാർക്ക് പെൻഷൻ നൽകുന്നതുമായി പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ സർക്കാർ അല്പം അയയുന്നു എന്നുള്ള ഒരു സൂചനയാണോ നൽകുന്നത് എന്നുള്ള ചോദ്യം ഇതിനകത്ത് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ താൻ ഒപ്പിടുകയില്ല എന്നുള്ള തന്റെ നിലപാടിൽ നിന്ന് ഗവർണർ പിന്നോക്കം പോകുമ്പോൾ അദ്ദേഹം വൈകിയ വേളയിലും ഒപ്പിട്ടുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടുക, നയപ്രഖ്യാപന പ്രസംഗം നേരത്തെ കരുതിയതുപോലെ തന്നെ നാളെ അവതരിപ്പിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനം തുടങ്ങുക, ഇതിലേക്കെല്ലാം പോകുമോ എന്നുള്ള കാര്യം കൂടിയാണ് അറിയേണ്ടത്. തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ തുടരുന്നു നമുക്കൊപ്പം എന്ന് കരുതുമ്പോൾ, അരുൺ, ആ രീതിയിലുള്ള ഒരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വി ടി ബൽറാമിന്റെ ഭാഗത്തു നിന്ന് വരെ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളിനി ഉറ്റുനോക്കുന്നത് രാജ്ഭവനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള വിഷയമാണ്. ഇനി സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ആര് അദ്ദേഹത്തെ കാണാനെത്തുന്നു, ഈ ഒരു തീരുമാനം അദ്ദേഹം മാറ്റിയതായിട്ടുള്ള ഒരു സൂചനകൾ വരുന്നുണ്ടോ എന്നുള്ള വിവരങ്ങളെല്ലാം അറിയുമ്പോൾ, അരുൺ, ഏറ്റവും പുതിയത് ഈ ദൃശ്യങ്ങൾ കാണുന്നതടക്കം വിവരങ്ങൾ എന്താണ്? അപർണ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം അവസാനിച്ചു എന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ പുറത്തേക്ക് വരും. നിയമമന്ത്രി ഇവിടെ ഉണ്ട്, ഇടതുമുന്നണി കൺവീനർ ഉണ്ട്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വരേണ്ടതും ഈ AK സെന്റർ തന്നെയാണ്. സംസ്ഥാനം അത്യപൂർവമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ AK സെന്റർ തന്നെയാണ് ശ്രദ്ധാകേന്ദ്രം. ഇവിടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉണ്ട്. അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് നേതാക്കൾ ഓരോരുത്തരായി പുറത്തേക്ക് വരികയാണ്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. അവരുടെ പ്രതികരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ഈ പ്രതിസന്ധി സർക്കാർ മറികടക്കുന്നത്? നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ പ്രതിസന്ധി മറികടക്കാനുള്ള വഴി ഗവർണർക്ക് വഴങ്ങുക എന്നുള്ളത് തന്നെയാണ്. അത്തരമൊരു വഴങ്ങൽ തന്നെയാണ് ഈ നിമിഷം സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. KR ജ്യോതിലാലിനെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ മാറ്റിക്കൊണ്ട് ഗവർണർക്ക് രാജ്ഭവന് അഹിതമായ ഞാനൊന്ന് ഇടപെടുന്നു. ആരും തുടരുക. ഇപ്പോൾ മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം വരുന്നു തത്സമയത്തിലേക്ക്. ഭരണഘടനയുടെ അനുച്ഛേദം 163 പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വേറെ ചില കീഴ്വഴക്കങ്ങൾ കൂടി വളർന്നിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ നിയമസഭയിലടക്കം, എന്തൊരു കേരള നിയമസഭയിലടക്കം ഗവൺമെന്റ് എഴുതി കൊടുത്ത പ്രസംഗത്തിൽ നിന്ന് മാറി പ്രസംഗിച്ച ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാതെ പ്രശ്നം പരിഹരിച്ചു കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു ഗവൺമെന്റിന് എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അത് പരിശോധിക്കുന്നതിന് പകരം അവമാനിച്ച് ഈ പ്രസംഗം വായിപ്പിക്കുക എന്നുള്ള രണ്ടുന്നം വെച്ചുകൊണ്ട് ഗവൺമെന്റ് ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ആത്യന്തികമായി ഭരണഘടനാ ബാധ്യത ഗവർണർ നിറവേറ്റിയേ മതിയാവും, അത് വേറെ പ്രശ്നം. പക്ഷെ ഗവർണറെ കൂടി കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് പോകുവാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിന് തന്നെയാണ്. ഗവൺമെന്റ് ആ കാര്യങ്ങൾ ചെയ്യണം, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം. ഇവിടെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള തർക്കം പേഴ്സണൽ സ്റ്റാഫിന്റെ പ്രശ്നം. ഇപ്പൊ ഈ KR ജ്യോതിലാലിനെ ഇപ്പൊ പൊതുഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ മാറ്റിയിരിക്കുന്ന നിലപാട് അതൊരു നീക്കം, എന്ത് നീക്കമായിട്ടാണ് താങ്കൾ? അപ്പൊ യഥാർത്ഥത്തില് ഇവിടെ ജ്യോതിലാലാണ് ഈ കുഴപ്പമൊക്കെ കാണിച്ചത്. ജ്യോതിലാൽ എന്ന് പറയുന്നത് സർക്കാരിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ് ഗവൺമെന്റ് കണ്ടെത്തൽ. ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തിനാ ജ്യോതിലാലിനെ മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ജ്യോതിലാല് തിരിച്ചൊന്നും പറയില്ല എന്നുള്ളത് കൊണ്ട് ജ്യോതിലാലിനെ മാറ്റാൻ ഗവൺമെന്റ് തീരുമാനിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നാവ് നഷ്ടപ്പെട്ടവരെ പിടിച്ചു മാറ്റിക്കൊണ്ട് വേറൊരാളിനെ കൊണ്ടുവെക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതും ഗവൺമെന്റിന്റെ ഏകാധിപത്യത്തിന് മറ്റൊരു മുഖമാണ്. മറ്റൊന്ന്, ഇപ്പോൾ ആദ്യം ഈ ലോകായുക്ത ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വരുന്നു, ഗവർണർ ഉൾപ്പെടുത്തില്ല, പരിധിയിലേക്ക് നടക്കുന്നു, ഗവർണറുടെ സ്റ്റാഫിനെ നിയമിക്കുന്നു. ഇപ്പൊ വീണ്ടും ഇത് ഇവർ തമ്മിൽ കൊടുക്കൽ വാങ്ങലുകളാണോ സർക്കാർ ഗവർണറുമായിട്ട്? ഇതിപ്പോ നമുക്കറിയില്ലാത്ത കാര്യം. ഇവർ നേരെ പന്തടിക്കുന്നു, അവിടുന്ന് ഇങ്ങോട്ട് തട്ടുന്നു. ഈ രൂപത്തില് ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്.
ആരും തോക്കുന്നില്ല, ആരും ജയിക്കുന്നില്ല, അവസാനം ജനങ്ങളെ അവഹേളിക്കുന്ന നിലയിലേക്കാണ് ഇതിൽ പല എപ്പിസോഡിന്റെയും അവസാനം വന്നെത്തുന്നത്. അതിലേക്ക് ഇതെത്തുമോ എന്നുള്ള സംശയത്തിലാണ് ഞാനിരിക്കുന്നത്. മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. നേരത്തെ VT ബൽറാം ന്യൂസ് 8 നടത്തിയ അതേ പ്രതികരണം. ആ നിലപാടിൽ തന്നെ കോൺഗ്രസ് നിൽക്കുന്നു. ഇത് സർക്കാരും ഗവർണറുമായിട്ടുള്ള ഒത്തുകളിയുടെ ഭാഗമാണ്, അതല്ലാതെ മറ്റൊരു പ്രതിസന്ധിയിലേക്കുള്ള ഒരു നീക്കമായിരിക്കുകയില്ല, അങ്ങനെ കരുതുന്നില്ല എന്നുള്ളൊരു സൂചനയെല്ലാം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകളിലുണ്ട്. അതിനിടയിൽ വരുന്ന വാർത്തയാണ് പൊതുഭരണ സെക്രട്ടറി KR ജ്യോതിലാൽ മാറി, പകരം ശാരദാ മുരളീധരൻ ചുമതല ഏറ്റെടുക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി ഇതിനൊപ്പം വരുന്നു. വീണ്ടും അരുണിലേക്ക്. അരുൺ, പ്രധാനപ്പെട്ട പ്രതികരണങ്ങളെല്ലാം വരുമ്പോൾ സർക്കാരിന്റെ ഈ നിയമനവുമായി, പേഴ്സണൽ സ്റ്റാഫ് നിയമന വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ മറ്റെന്തെങ്കിലും വാർത്തകൾ ഈ മിനിറ്റിൽ വരുന്നുണ്ടോ അരുൺ? പേഴ്സണൽ സ്റ്റാഫ് നിയമന വിഷയത്തിൽ ഗവർണർ കുറച്ചുകൂടി കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ്. CAG കത്തയച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ CAGയോട് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാരിന്റെ ഒരു വിലയിരുത്തലുള്ളത് ഇത് ഗവർണറുടെ ഒരു സമ്മത തന്ത്രം എന്ന് തന്നെയാണ്. പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷനും മറ്റു കാര്യങ്ങളും ഇതിന്റെ ഒരു പെട്ടെന്നുണ്ടായ ഒരു കാരണമാക്കി ഗവർണർ മാറ്റുകയായിരുന്ന വിലയിരുത്തലാണ് സർക്കാരിനുള്ളത്. യഥാർത്ഥ കാരണം കഴിഞ്ഞ ദിവസം സർക്കാരിന് വേണ്ടി KR ജ്യോതിലാൽ ഗവർണറുടെ സെക്രട്ടറിക്ക് അയച്ച കത്ത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ ലഭ്യമാകുന്നു. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കുറച്ചുകൂടി സ്ഥിരീകരണമെങ്കിൽ അതിന് വേണ്ടി വരും. എങ്കിൽ പോലും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിട്ടു. സർക്കാരിന്റെ സമാന നീക്കങ്ങൾ ഫലം കണ്ടു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സർക്കാരിനെ മുൾമുനയിൽ നിർത്തി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാതെ അവസാന മണിക്കൂറുകളിലുള്ള ഗവർണറുടെ ഈ നീക്കം ഫലം കണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാകാൻ. KR ജ്യോതിലാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്നെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു. സർക്കാർ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് മാറുന്നു. CPM സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തു വരും മുമ്പ് തന്നെ സർക്കാരിന് വളരെ ആശ്വാസകരമായ വാർത്തയാണ് രാജ്ഭവനിൽ നിന്ന് ലഭിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടിരിക്കുന്നു. സംസ്ഥാനം ഒരു അടുത്തതുമുണ്ടാകാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവായിരിക്കുന്നു. നാളെ രാവിലെ 9 മണിക്ക് തന്നെ ഗവർണർ നിയമസഭയിലെത്തി സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കും. സർക്കാർ നയങ്ങൾ പ്രഖ്യാപിക്കാൻ ഗവർണർ എത്തിച്ചേരുമെന്ന ഉറപ്പാണ്. അതിന്റെ ഭാഗമായാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നത്. ഇപ്പോൾ CPM നേതാക്കൾ ഓരോരുത്തരായി പുറത്തേക്ക് വരികയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗവും തദ്ദേശ മന്ത്രി കൂടിയായ MV ഗോവിന്ദൻ അല്പസമയത്തിനകം പുറത്തു വരുമെന്നതിന്റെ സൂചനകൾ ലഭിക്കുന്നു. CPMന് വലിയൊരു ആശ്വാസം. ഗവർണറുടെ ഈ ഒരു സമ്മർദ്ദതന്ത്രത്തിന് വഴങ്ങിയെങ്കിൽ പോലും നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു. വളരെ ആശ്വാസകരമായ സാഹചര്യത്തിലേക്കാണ് സംസ്ഥാനം പോകുന്നത്. സർക്കാരിനെ സമ്മർദ്ദത്തിൽപ്പെടുത്തി മുൾമുനയിൽ നിർത്തി ഗവർണർ തന്റെ ആവശ്യം അംഗീകരിച്ചെടുത്തിരിക്കുന്നു വേണം ഈ ഘട്ടത്തിൽ പറയേണ്ടത്. തന്നെ അവഹേളിച്ചുകൊണ്ട് എന്ന് ഗവർണർ കരുതിയ, തന്നെ അപമാനിച്ചുകൊണ്ട് കത്തെഴുതി എന്ന ഗവർണർ ആരോപിക്കുന്ന ഉദ്യോഗസ്ഥനെ, സർക്കാർ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ സർക്കാർ സ്ഥാനം മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ MV ഗോവിന്ദന്റെ പ്രതികരണം. മാഷെ, ഈ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാതെ പിടിച്ചുവെച്ചു, ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഭരണഘടനാപരമായ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ഏത് മേഖലയിലുള്ളവർക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അതിനെ സംബന്ധിച്ചൊന്നും ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ ഒരു മന്ത്രി എന്ന രീതിയിൽ മറുപടി അങ്ങനെ പറയാൻ സാധിക്കുന്നതല്ല. അമ്മാതിരി ഒരു കാര്യത്തിനും ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. KR ജ്യോതിലാലിനെ മാറ്റിയത് ഗവർണറുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ? ഒപ്പിട്ടു. KR ജ്യോതിലാലിനെ മാറ്റിയത് ഗവർണറുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ? അതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. ഞാൻ അറിയില്ല, എനിക്കതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. ഞാൻ പിന്നെ വെറുതെ ആവശ്യമില്ലാതെ വർത്തമാനം പറഞ്ഞിട്ട് ഇല്ലില്ല, ഞങ്ങൾ പാർട്ടി രീതിയിൽ ചർച്ച ചെയ്തിരുന്നില്ല. ഇല്ല. അപ്പോൾ ഇതാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, തദ്ദേശ എക്സൈസ് മന്ത്രിയാണ്. അദ്ദേഹം പറയുന്നത് ഭരണഘടനാപരമായ ബാധ്യത ഗവർണർ നിറവേറ്റുകയായിരുന്നു എന്നുള്ളതാണ്. മറ്റ് രാഷ്ട്രീയ വിമർശനങ്ങളിലേക്ക് കടക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന് ഗവർണറുടെ ഭരണഘടനാപരമായ ബാധ്യതയാണ് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കുക, അതിലൊപ്പിടുക എന്നുള്ളത്. അദ്ദേഹം നിറവേറ്റി എന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. ഏതായാലും CPM സംസ്ഥാന സെക്രട്ടറി യോഗം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ വളരെ ആശ്വാസകരമായ സംസ്ഥാന സർക്കാരിനെ CPMനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ വാർത്തയാണ്
പുറത്തു വരുന്നത്. സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ മിനിറ്റിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു. നിയമസഭാ സമ്മേളനം മാറ്റിവെക്കുന്ന ഒരു അസാധാരണ സാഹചര്യത്തിലേക്ക് കടക്കാതെ, അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കടക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. സർക്കാർ ഈ വിഷയത്തിനകത്ത് ഗവർണർ സ്വീകരിച്ച സമ്മർദ്ദ തന്ത്രത്തിന് മുന്നിൽ വഴങ്ങിയില്ലേ എന്നൊരു ചോദ്യം ഇതിനകത്ത് വരികയാണ്. പൊതുഭരണ സെക്രട്ടറിയെ മാറ്റിയതിന്റെ ഭാഗമായിട്ടല്ല എന്ന് എം വി ഗോവിന്ദൻ മന്ത്രി പറയുന്നുണ്ട്. എങ്കിൽ പോലും വി വി അരുൺ, സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം തന്നെ ആ വിമർശനങ്ങളെല്ലാം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇത് നീങ്ങും എന്ന് ഉള്ള പ്രതികരണങ്ങൾ തിരുവഞ്ചൂർ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നെല്ലാം വരികയും ചെയ്തതാണ്. അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങൾ ഏതായാലും ബാക്കിയാകുന്നില്ല. രാഷ്ട്രീയമായിട്ടുള്ള പ്രതിസന്ധി അവസാനിച്ചുവെങ്കിൽ പോലും, അല്ലേ? തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ ആ വിമർശനങ്ങൾ കഴമ്പില്ലെന്ന് പറയാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ നാടകമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. തന്റെ നിലപാട്, തന്റെ ഭാഗം വിജയിക്കാൻ ഗവർണർ നടത്തിയ അത്യപൂർവമായ ഒരു രാഷ്ട്രീയ നീക്കമായി ഇതിനെ കാണണം. നമുക്കറിയാം, ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായി വന്ന ശേഷം ഇത്രത്തോളം ഇല്ലെങ്കിൽ പോലും സംസ്ഥാനം ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയമായ സമ്മർദ്ദതന്ത്രങ്ങൾ, ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് അതിൽ കടുത്ത അതൃപ്തിയുണ്ട്. കൊണ്ടും കൊടുത്തും തന്നെയാണ് ഈ സർക്കാരും ഗവർണറും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു അവസാനത്തെ ഇതായി ഇതിനെ വിലയിരുത്തേണ്ടി വരും. സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും സമ്മർദ്ദത്തിലാക്കി മുൾമുന നിർത്തിക്കൊണ്ട് ഒരു നടപടിയിലേക്ക് ഗവർണർ പോയിരിക്കുന്നു. ഒടുവിൽ സർക്കാരിന് ആശ്വാസമായി ഗവർണർ അതിൽ ഒപ്പിടുകയും ചെയ്തു. ഇപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ സംസ്ഥാന സെക്രട്ടറി യോഗം കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രതികരണം വിശദമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സർക്കാരിനെ വലിയ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയോ? നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു നോക്ക്. CPM ഈ വിഷയം ചർച്ച ചെയ്തു. ഇത് നിങ്ങൾ മുഖ്യമന്ത്രിയോടോ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയോടോ ചോദിച്ചാൽ അതിന്റെ ശരിയായ വിവരം കിട്ടും. ഞങ്ങളിപ്പോൾ പാർട്ടി യോഗത്തിലാണ്. അത് ഞങ്ങൾ ഇതുവരെ ഇരിക്കുന്നത് ഉച്ചക്ക് മുതൽ ഞങ്ങളിവിടെ ഇരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ്. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വന്നിട്ടുള്ള അജണ്ടയല്ല ഇത്. അതിനിതാ നിങ്ങൾ മുഖ്യമന്ത്രിയുണ്ട്, മറ്റ് മന്ത്രിമാരുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഉണ്ട്. അതും പോരെങ്കിൽ പാർട്ടി സെക്രട്ടറി ഉണ്ട്. ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തത കിട്ടും. ഗവർണർ രാഷ്ട്രീയം കളിക്കുകയാണ്, അതല്ല അവർ പറയും. ഇതാണ് EP ജയരാജന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കളും പറയണമെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഏതായാലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, പാർട്ടി വിഷയം ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടിക്ക് മുമ്പിൽ മറ്റു വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നുവെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. അരുൺ, ഇതിനകത്ത് MV ഗോവിന്ദന്റെ പ്രതികരണം, താൻ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് രാഷ്ട്രീയം അദ്ദേഹം പറയാൻ കൂട്ടാക്കുന്നില്ല, മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്നുള്ള MV ജയരാജന്റെ പ്രതികരണം. സ്വാഭാവികമായിട്ടും പൊതുഭരണ സെക്രട്ടറി ഇതിനൊപ്പം മാറ്റി എന്നുള്ളൊരു വിവരം വരുമ്പോൾ ഇപ്പോൾ കാണുന്നത് മുഖ്യമന്ത്രി AK സെന്ററിൽ നിന്ന് പോകുന്ന ദൃശ്യങ്ങളൊക്കെ കൂടിയാണ്. ഇതിനകത്തൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ നടത്തുന്നില്ല CPM നേതാക്കൾ എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ഈ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിസന്ധി അവസാനിച്ചിരിക്കുന്നു. ഒരു അസാധാരണമായ ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം കടക്കുമോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. അത് മാറി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ള വിഷയമാണ്. ഒപ്പം പൊതുഭരണ സെക്രട്ടറിയെ മാറ്റിയതായി പൊതുഭരണ സെക്രട്ടറി KR ജ്യോതിലാലിനെ മാറ്റിക്കൊണ്ട് ശാരദാ മുരളീധരന് പകരം ചുമതല നൽകിയ വാർത്ത കൂടി വന്നിരിക്കുന്നു. അതിനുശേഷം ഒപ്പിട്ടു എന്ന ഗവർണർ നയപ്രഖ്യാപനത്തിൽ ഒപ്പിട്ടിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി വരികയാണ്. ഇതിൽ സമ്മർദ്ദ തന്ത്രമായിരിക്കാം ഗവർണറെ, അതല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ നാടകമായിരിക്കാം എന്നുള്ള അഭിപ്രായ പ്രതികരണങ്ങളൊക്കെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. VV അരുണിലേക്ക്, അരുൺ, ആ രീതിയിലുള്ള രാഷ്ട്രീയ പരാമർശങ്ങൾ എന്തായാലും അവസാനിക്കുന്നില്ല. രാഷ്ട്രീയ പ്രതിസന്ധി മാത്രമാണ്. ഈ മന്ത്രിമാരടക്കം വലിയ ഗവർണറെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് കടന്നില്ല ഈ നിമിഷം വരെ എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും CPM-ന് ഗവർണറുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. പക്ഷേ പരസ്യ പ്രതികരണത്തിന് ആരും തയ്യാറായില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങളും ലഭ്യമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം സംസ്ഥാന സർക്കാരിനെ മുമ്പ് ഒരിക്കലുമില്ലാത്ത തരത്തിലുള്ള സമ്മർദ്ദത്തിലാക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. നിയമസഭ സമ്മേളിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാതെ അത്യപൂർവമായ ഒരു രാഷ്ട്രീയ ഭരണഘടനാ പ്രതിസന്ധിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഗവർണറുടെ നടപടിയിലൂടെ ഉണ്ടായത്. പക്ഷേ ഗവർണർക്ക് വഴങ്ങിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വിശ്വസ്ത ഉദ്യോഗസ്ഥരായ KR ജ്യോതിലാലിനെ പൊതുഭരണ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിക്കൊണ്ട് സർക്കാർ ഗവർണറുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും വലിയൊരു
പ്രതിസന്ധിയിൽ നിന്ന് സർക്കാർ രക്ഷപ്പെടുകയാണെന്ന് വേണം പറയാൻ. സംസ്ഥാന ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. അപ്പോഴും ഗവർണർ കൃത്യമായ നീക്കമാണ് നടത്തിയത്. അവസാന നിമിഷം സർക്കാരിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി നേരിട്ടെത്തി ആവശ്യപ്പെട്ടിട്ട് പോലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ അദ്ദേഹം തയ്യാറായില്ല. രാജ്ഭവൻ CPM നേതാക്കൾ എന്ത് പ്രതികരണമാണ് നടത്തിയത്? വിവരണം അതിലൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ കണ്ട CPM നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണങ്ങൾ എന്താണ് വ്യക്തമാവുന്നത്? ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ കടന്നത് അതെങ്ങനെ അനുനയപ്പെട്ടു? എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നോ? രണ്ടു നേതാക്കളാണ് സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നത്. ഒന്ന് MV ഗോവിന്ദൻ, അദ്ദേഹം ഗവർണർ ഒപ്പിട്ടു. ഗവർണർ അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റി. മറ്റ് രാഷ്ട്രീയ പ്രതികരണങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങൾ, ഗവർണർ രാഷ്ട്രീയം കളിക്കുകയാണോ, ഗവർണർ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയാണെന്ന ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല. ഇപ്പോൾ ഈ സ്ഥാനത്തേതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. EP ജയരാജനാകട്ടെ ഈ വിഷയത്തോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. പാർട്ടി സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ഈ വിഷയത്തിൽ വിഷയം പറയട്ടെ, പാർട്ടി അക്കാര്യം ചർച്ച ചെയ്തില്ല എന്ന പ്രതികരണത്തിൽ മാത്രം അദ്ദേഹത്തിന്റെ മറുപടി ഒതുക്കുകയായിരുന്നു. പക്ഷേ CPM-ന് ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം വലിയ ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന ഒരു സർക്കാരിനെ കുറച്ച് മണിക്കൂറുകളെങ്കിലും മുൾമുനയിൽ നിർത്താൻ, സമ്മർദ്ദത്തിലാക്കാൻ, സഭാ സമ്മേളനം ചെയ്യാനാകാത്ത തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോകുമോ എന്ന ധാരണ പരത്താൻ ഗവർണറുടെ ഈ നീക്കങ്ങളുടെ കഴിഞ്ഞു. അത് കടുത്ത അതൃപ്തിയുണ്ട്. സർക്കാരും ഗവർണറുമായുള്ള പോര് ഇവിടം കൊണ്ട് അവസാനിക്കില്ല എന്ന് വേണം വിലയിരുത്താൻ. ഗവർണറുടെ നീക്കത്തിന് കൃത്യമായ രാഷ്ട്രീയ മറുപടിയാകും ഒരുപക്ഷെ CPM-ന്റെ ഭാഗത്തുണ്ടാവുക. ഭരണഘടനാപരമായി അതിന് ചില ഇതിന് രാഷ്ട്രീയപരമായിട്ടുള്ള ഏത് രീതിയിലുള്ള ഏതായാലും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ CPM നേതാക്കളുടെ ഭാഗത്ത് ഇത്തവണ ഉണ്ടായിട്ടില്ല. ഗവർണർ ഒപ്പിട്ടു എന്ന് MV ഗോവിന്ദൻ. ഈ വിഷയത്തിനകത്ത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുമെന്ന് MV ജയരാജനും പറഞ്ഞിരിക്കുന്നു. ഏതായാലും പൊതുഭരണ സെക്രട്ടറിയെ മാറ്റി സർക്കാർ ആ ഉത്തരവ് ഇറക്കുകയും ചെയ്തിരിക്കുന്നു. KR ജ്യോതിലാലിനെ മാറ്റി പകരം ശാരദാ മുരളീധരന് ചുമതല നൽകിയിരിക്കുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആ അനിശ്ചിതത്വം മാറ്റിക്കൊണ്ട് ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. ചെറിയൊരു ബ്രേക്ക്. അത് പിന്നെ പുള്ളിയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടെന്നല്ലേ കൊടുക്കുന്നത്, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നല്ലേ. പരമ്പരമായി കേന്ദ്രത്തിൽ ഭരിക്കുന്ന മന്ത്രിയുടെ ഓഫീസുകളിലെല്ലാം, പ്രധാനമന്ത്രിയുടെ അടക്കമുള്ള ഓഫീസുകളിലെല്ലാം RSSകാരും BJPക്കാരും ഒക്കെ കാണുകയല്ലേ ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ആരൊക്കെ ഉണ്ട്? സ്റ്റാഫൊക്കെ, അവർക്കൊക്കെ ശമ്പളം എവിടെ നിന്നാണ്? പുള്ളിയുടെ വീട്ടിൽ നിന്നാണ് കൊടുക്കുന്നത്, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നല്ലേ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ മന്ത്രിയുടെ ഓഫീസിലെ ടൈപ്പ് ഈ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കും, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് ശമ്പളം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നല്ലേ കൊടുക്കുന്നത്. അദ്ദേഹം പിന്നെ ഇവിടെ നിന്ന് മേടിച്ച് കഴിയുന്ന രാജഭവനിലെ കാര്യം ചിലവൊക്കെ നടത്തുന്ന ആരാ? നമ്മുടെ ഖജനാവിൽ നിന്നല്ലേ ഈ പണമല്ല. ഇപ്പം ഒരു അദ്ദേഹത്തിന് ഇത് ഒപ്പിടുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ബാധ്യതയാണല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ്, അതാ ചുമതലയാണ്. അതിന് ഒപ്പിടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു 4ാം തരത്തിലെ 5ാം തരം രാഷ്ട്രീയ കളിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതന്നെ പുള്ളി തന്നെ എന്താണെന്ന് നമുക്ക് വല്ല പിടിയുണ്ട്. പുള്ളി എവിടെയൊക്കെയായിരുന്നു, എവിടെല്ലാം പോയി, എന്തെല്ലാം കയറി, പുള്ളിയുടെ നിലപാടെന്താണ്? ഒരു നിലപാടുമില്ലാത്ത ആളാണോ? അല്ലാതെ പിന്നെ എന്താ ഒരു നിലപാട് വേണ്ട. ഇതിനു മുമ്പ് ആണുങ്ങൾ നല്ല കൊള്ളാവുന്നവരിരുന്ന് കസേരയിലെത്തൊക്കെ ഇരിക്കുന്നത്. ഞാൻ പറയാം, ചീഫ് സെക്രട്ടറി ജഡ്ജസ് ആയിരുന്ന ആളല്ലേ കഴിഞ്ഞ ഗവർണർ. അദ്ദേഹത്തെ മാന്യമായ നിലപാടെടുത്തു. ഇദ്ദേഹത്തിനെ ഇവർ കോക്കോ വിളിച്ചു, ആരാ? പിന്നെ UDFകാർ നിയമസഭയിൽ, മനസ്സിലായില്ലേ? അന്നേരവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന MLAമാരും എല്ലാവരുമാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുകയും നിലപാടെടുക്കുകയും ചെയ്തത്. അതൊക്കെ മനസ്സിലാക്കണ്ടേ? ഉന്നത സ്ഥാനത്തിരുന്നുകൊണ്ട് ഒരുമാതിരി വില കുറഞ്ഞ 4ാം തരത്തിലെ 5ാം തരം പണിയായത് കഴിയാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. EP ജയരാജനും MV ഗോവിന്ദനും പറയാതിരുന്നത് പൂരിപ്പിച്ചുകൊണ്ട് രൂക്ഷമായ പ്രതികരണമാണ് MM മണിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഗവർണറെ പരിഹസിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം 4ാം തരം കാര്യമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ഇങ്ങനെ ഒരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് ഗവർണർ ഇരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ന്യൂസ് 18 ആ വാർത്ത പുറത്തുകൊണ്ടത്. ആ വാർത്ത തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് കൂടിയാണല്ലോ ശ്രീ MM മണിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഈ വിഷയത്തിനകത്ത് ഗവർണർ സ്വീകരിച്ച സമ്മർദ്ദ തന്ത്രം ഭരണഘടനാപരമായി ശരിയായില്ല എന്നുള്ളൊരു പ്രതികരണം MM മണിയുടെ ഭാഗത്തുനിന്ന്. നേരത്തെ
നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രാജ്ഭവനിലെത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും രാഷ്ട്രീയ പ്രതിസന്ധി മാറിക്കൊണ്ട് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിട്ടിരിക്കുന്നു. നിയമസഭാ സമ്മേളനത്തിൽ നാളെയാണ് നയപ്രഖ്യാപന പ്രസംഗം വായിക്കുക. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.